ലൈക്കൻ പ്ലാനസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് കേട്ടോ. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം നമ്മളെ തന്നെ ആക്രമിക്കുന്ന ഒരു പ്രത്യേക സ്ഥിതിവിശേഷം. അത് നമ്മളുടെ ശരീരത്തിന് മനസ്സിലാകുന്നില്ല. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ നമ്മൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളാണെന്ന് മനസ്സിലാകത്തില്ല. അപ്പോൾ പുറത്തുനിന്ന് എന്തോ ഒരു ബോഡി അല്ലെങ്കിൽ എന്തോ ഒരു സംഭവം നമ്മളെ ആക്രമിക്കുന്നതായിട്ടാണ് നമ്മൾ ബോഡി വിചാരിക്കുന്നത്. അപ്പം ബോഡി തന്നെ ഒരു പ്രതിരോധം സൃഷ്ടിക്കും. ആ പ്രതിരോധത്തെ സൃഷ്ടിക്കപ്പെടുമ്പോൾ നമ്മുടെ പല ഓർഗൻസും അതിനകത്ത് അഫക്റ്റഡ് ആകും. നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഒക്കെ നമ്മളെ കൊണ്ട് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മൾ എത്തപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് വളരെ ആധികാരികമായിട്ടൊന്നും സംസാരിക്കാൻ എനിക്കറിയത്തില്ല. ഞാനിവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഞാൻ ഈ ഒരു അസുഖത്തിലേക്ക്, ലൈക്കൻ പ്ലാനസ് എന്ന് പറയുന്ന ഒരു അസുഖത്തിലേക്ക് എത്തപ്പെട്ടു, എങ്ങനെ ഞാൻ എൻ്റെ സ്ട്രെസ് മാനേജ് ചെയ്യുന്നതിൽ ഫെയിലായി, അല്ലെങ്കിൽ അതിൻ്റെ പരിണത ഫലമായിട്ട് ഞാൻ ഈ കഴിഞ്ഞ 4 മാസമായിട്ട് എന്തിൽ കൂടിയൊക്കെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും മേ ബി എൻ്റെ ലൈഫ് ലോങ്ങോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം അത്രയും ചിലപ്പോൾ ഞാനതിനെ നേരിടേണ്ടതിന് വേണ്ടിയിട്ട് എന്നെ തന്നെ പാകപ്പെടുത്തി എടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ എനിക്ക് 5-6 മാസം കൊണ്ട് ഞാനതിൽ നിന്ന് റിക്കവർ ആകുകയും ചെയ്യും. വരും സമയങ്ങളിൽ അല്ലെങ്കിൽ വരും വീഡിയോകളിൽ എനിക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഞാൻ പറയാം. ഇത് ഞാൻ ഒരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പബ്ലിക്കലി വന്ന് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ലാത്തൊരു കാര്യമായതുകൊണ്ട് തന്നെ തുടക്കകാലഘട്ടത്തുണ്ടായിരുന്ന എൻ്റെ പ്രശ്നങ്ങളുടെ ഒന്നും ഫോട്ടോഗ്രാഫ്സ് ഒന്നും എൻ്റെ കയ്യിലില്ല. ഇപ്പോൾ ഉള്ളത് എൻ്റെ റീസെൻ്റ്ലി ഉള്ള അവസ്ഥകളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അത് ഞാനൊന്ന് സമയം പോലെ ഷെയർ ചെയ്യാം. ഓരോ വീഡിയോ വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഷെയർ ചെയ്യാം. പിന്നെ ഞാൻ ഒരുപാട് മരുന്നുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് എടുത്തിരുന്നു. ഞാൻ വളരെ ഇപ്പോൾ എൻ്റെ പ്രായം പറയുകയാണെങ്കിൽ ഞാൻ 44 വയസ്സാണ്. 44 വയസ്സ് വരെ എനിക്ക് ഇതുവരെയും കാര്യമായിട്ടുള്ള മെഡിക്കേഷൻസ് ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ മരുന്നുകളൊന്നും എടുക്കുന്ന ഒരാളായിരുന്നില്ല. ഞാൻ എൻ്റെ ഡയറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്ത് ഫാമിലി ഹിസ്റ്ററിയിൽ കുറേ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ കുറേയധികം കൺട്രോൾ ചെയ്ത് തന്നെ ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. ഇന്നിപ്പോൾ എൻ്റെ ജീവിതം കഴിഞ്ഞ ഒരു മാസം 2 മാസത്തിനടുത്തായിട്ട് മരുന്നുകളുടെ ലോകത്ത് മാത്രമാണ്. അതെന്നെ വളരെ ഡാമേജ് ചെയ്യാൻ ചാൻസ് ഉള്ള മരുന്നുകളുടെ ലോകത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് എന്ന് പറയുന്ന പോലെ ഒരു സേയിങ് ഇല്ലേ, അതുപോലെയാണ്. ആ മരുന്ന് എടുക്കുന്നതാണോ നല്ലത്, എടുക്കാതിരിക്കുന്നതാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് ഉത്തരവില്ല കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം എന്താണ് എനിക്ക് സംഭവിച്ചതെന്നുള്ളത്.